നമസ്കാരം. TMT മീഡിയയിലേക്ക് സ്വാഗതം. മാന്യ ശ്രോതാക്കളെ, സർക്കാരിൻ്റെ ദീർഘവീക്ഷണമില്ലാത്ത സ്വാർത്ഥ നയമാണ് കേരളത്തിൽ ദാരിദ്ര്യം ഉടലെടുത്തത് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അത് സത്യവുമാണ്. വിശദാംശങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് പിൻകാലങ്ങളിലേക്ക് പോകേണ്ടി വരും. 70കളിൽ സർക്കാർ ശമ്പളം താരതമ്യേന വളരെ കുറവായിരുന്നു. അക്കാലങ്ങളിൽ നല്ലൊരു ശതമാനം യുവാക്കളും പ്രാഥമിക വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കൈത്തൊഴിൽ പഠിക്കുക എന്നതായിരുന്നു പതിവ്. ആ കാലഘട്ടത്തിലാണ് ഗൾഫ് എന്ന സ്വർണം വിളയുന്ന നാട് മലയാളികൾ കണ്ടെത്തിയത്. എന്തു ചെയ്യാനും എവിടെയും ചെന്നെത്താനും കഴിവുള്ള എന്തെങ്കിലും നേടണമെന്ന് വിചാരിച്ചാൽ സ്വന്തം കുടുംബസുഖം പോലും ത്യജിക്കാനും തയ്യാറുള്ള മലയാളികൾ പിന്നെ അമാന്തിച്ചില്ല. അവർ കടലും നീന്തി അക്കരെ ചെന്നുപറ്റി. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഗൾഫിലേക്ക് ആളെ കൊണ്ടുപോകുന്നത് വൻ കച്ചവടമായി മാറി. അതോടെ മലയാളികൾ ഗൾഫിലേക്ക് ഒരു ഒഴുകിപ്പോക്കായിരുന്നു. ലീവിൽ വരുന്ന അവർ നാട്ടിൽ പണം ധാരാളമായി ചെലവഴിച്ചു. ഓല ഓട് മേഞ്ഞ വീടുകളെല്ലാം പൊളിച്ചു മാറ്റി അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണി കഴിപ്പിച്ചു. ആരും ആവശ്യപ്പെടാതെ തന്നെ നാട്ടിൽ കൂലി വർധനവുണ്ടായി. ഇതിനിടയിൽ വൈരക്കൽ നിർമ്മാണ മേഖല നാട്ടിൽ സജീവമായി. സർക്കാർ ശമ്പളത്തേക്കാൾ ഇരട്ടിയായിരുന്നു അവരുടെ ശമ്പളം. അതൊരു കുടിൽ വ്യവസായമായി മാറി വളർന്നതോടെ പലരും ആ വഴിക്ക് തിരിഞ്ഞു. അതോടൊപ്പം നാട്ടിലെ കൂലി വർധനവും ഇടയ്ക്കിടെ ഉയർന്നു. താരതമ്യേന ഇവരെക്കാൾ വളരെ താഴ്ന്ന ശമ്പളമായിരുന്നു സർക്കാർ ജീവനക്കാർക്ക്. അതുകൊണ്ട് തന്നെയാവണം പല സർക്കാർ ജീവനക്കാരും നീണ്ട വർഷത്തെ ലീവെടുത്ത് ഗൾഫിൽ പോക്ക് തുടങ്ങി. സാധാരണക്കാരൻ്റെ കൈകളിൽ ധാരാളം പണം വന്നു ചേരാൻ തുടങ്ങിയതും കടകമ്പോളങ്ങൾ സജീവമായി. ഇക്കാലയളവിൽ കാലക്രമമിട്ടും സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധനവ് നടന്നതും സർവരുടെയും കൈകളിൽ പണം നിറഞ്ഞു. അതോടെ നാട്ടിൻപുറങ്ങളിൽ പണം നിറഞ്ഞൊഴുകി. കേരളം കണ്ട ഗ്രാമീണ ധാരാളിത്തത്തിൻ്റെ നിറപ്പകിട്ട് എങ്ങും കാണപ്പെട്ടു. ഏതാണ്ട് 1985 കാലഘട്ടം മുതൽ 2010 ഏകദേശം 2015 കാലയളവ് വരെ കേരളത്തിൽ സമ്പൽ സമൃദ്ധിയുടെ കാലം തന്നെയായിരുന്നു. എന്തിനേറെ ചില ക്രിസ്തീയ സംഘടനകൾ നടത്തിയിരുന്ന അരി ഗോതമ്പ് സൗജന്യ വിതരണം അത് വാങ്ങിക്കാൻ പോലും ആളില്ലാതെ വന്നതിനാൽ നിർത്തലാക്കപ്പെട്ടു. ഇതൊന്നും ചേരുംപടി ചേർത്ത് നുണ പറയുന്നതല്ല. അങ്ങനെ അല്ലലും അലട്ടുമില്ലാതെ കഴിഞ്ഞിരുന്ന കാലത്താണ് ശമ്പള പരിഷ്കരണം വീണ്ടും ഉണ്ടായത്. സ്വപ്നതുല്യമായ ശമ്പള വർധനവിനൊപ്പം ഭീമമായ പെൻഷനും മരണാനന്തര പെൻഷനും കൂടി നടപ്പിലായതോടെയാണ് കേരളത്തിൽ ദാരിദ്ര്യത്തിന് സംഭവങ്ങൾ തുടക്കമായത്. മാന്യ ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. നാളെ ഇതിൽ തുടക്കമായ സംഭവങ്ങളെക്കുറിച്ച് പറയാൻ TMT മീഡിയ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാൻ മറക്കരുതേ, കാരണം ആരും ഇത് അറിയാതെ പോകരുത്. മാന്യ ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ബാക്കി വിശേഷങ്ങളുമായി നാളെ TMT മീഡിയ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. ദയവായി എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. തോമസ് തരകൻ, അറ്റം.